ഭയങ്കര ചൂടാണ്. അപ്പൊ ചൂട് പോലെ തന്നെ രാഷ്ട്രീയത്തിന്റെ ചൂടും വളരെ കൂടുതലാണ്. ഇനിയിപ്പോ ഈ 9-ാം തീയതി വരെ ഇലക്ഷൻ കഴിയണത് വരെ ഇനിയിപ്പോ ഞങ്ങള് മാറ്റപ്പെടുത്തും, ഞങ്ങൾ മാറ്റും, മാറാനൊരുങ്ങി, നാട് മാറുകയാണ്, നാട് മാറ്റപ്പെടുത്താനായിട്ടാണ് ഞങ്ങൾ ഓരോ കണ്ടെത്തോളം വെച്ച് പറയാം. നമ്മള് റോഡില് ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് സീബ്ര ലൈനിൽ നടന്നു പോണ ആൾക്കാർക്കാണ്. പിന്നെ അലക്ഷ്യമായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെ ഗൗനിക്കണ്ട എന്നല്ല, പക്ഷെ അവർക്കൊക്കെയാണ് ശരിക്കും ആദ്യം ബോധവൽക്കരണം കൊടുക്കേണ്ടത്. അല്ലാതെ പിന്നെ ഒന്നാമത്തത് ഇതിനു മുന്നേ എപ്പോഴും പറയാറുള്ളത് അലക്ഷ്യമായിട്ടുള്ള പാർക്കിംഗ് ആണ്. അലക്ഷ്യമായിട്ടുള്ള വാഹനത്തിൽ ഡ്രൈവിങ് ഈ കാറിൽ പോണവരും ബൈക്കിൽ പോണവരൊക്കെയാണ് അധികം. കാരണം അവര് ചിലപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടാവും പോകുന്നുണ്ടാവുക, ചിലപ്പോ ഈ കുട്ടികളെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയിട്ടാവും പോകുന്നുണ്ടാവുക. പക്ഷെ അതൊക്കെ വലിയ തെറ്റാണത്. അതൊക്കെയാണ് ശരിക്കും മോട്ടോർ വാഹന വകുപ്പ്. സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോളേ നമ്മള് മെയിൻ റോഡ് ക്രോസ് ചെയ്യുമ്പോ നമ്മൾ നല്ലോണം വാഹനങ്ങൾ വരുന്നുണ്ടോ ഇല്ലേന്ന് ഉറപ്പ് വരുത്തുക തന്നെ വേണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് പണി കിട്ടും. പണി പറഞ്ഞാലും പോരാ, ഒരു 1.5 പണിയാവും. അപ്പോ ഇപ്പോ നമ്മുടെ എന്താ പറയാ, ഭയങ്കര ചൂടാണ്. അപ്പൊ ചൂട് പോലെ തന്നെ രാഷ്ട്രീയത്തിന്റെ ചൂടും വളരെ കൂടുതലാണ്. ഇനിയിപ്പോ ഈ 9-ാം തീയതി വരെ ഇലക്ഷൻ കഴിയണത് വരെ ഇനിയിപ്പോ ഞങ്ങള് മാറ്റപ്പെടുത്തും, ഞങ്ങൾ മാറ്റും, മാറാനൊരുങ്ങി, നാട് മാറുകയാണ്, നാട് മാറ്റപ്പെടുത്താനായിട്ടാണ് ഞങ്ങൾ ഓരോ സ്ഥാനാർത്ഥികൾ വരുന്നത്. നിങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങൾ തരും, നിങ്ങൾ ഞങ്ങളെ വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ ഒരു സഹോദരമല്ല. അപ്പോ ഇവര് ഇപ്പൊ ഞാൻ വേറൊന്ന് പറയാം. ഇപ്പൊ ഏകദേശം ഈ സർക്കാർ LDF ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 10 വർഷമായി. 10 വർഷമായിട്ടും എല്ലാത്തിനും വില കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. വില കൂട്ടുകയും ചെയ്യുന്നത് എല്ലാത്തിനും. ഇപ്പോ ഇന്ധനത്തിന് വില കൂടിനോ, അതേപോലെ ഗ്യാസിന് വില കൂടിനോ. അങ്ങനെ ഇനി കൂടാന് എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാല് ഒന്നുമില്ല, എല്ലാത്തിനും കൂടിനോ. അപ്പൊ ഒക്കെ ഈ സർക്കാർ കൂട്ടിയതാണ്, അല്ലാതെ ജനങ്ങളായിട്ട് കൂട്ടിയതല്ല. അത് നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ഉണ്ടയില്ല. കാരണം നമുക്ക് നമ്മുടെ നാട്ടില് കേരളത്തിന് പച്ചക്കറി ഇല്ല. പച്ചക്കറി അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് പച്ചക്കറി ഒഴിവാക്കി. ഇപ്പോ പച്ചക്കറി ഒഴിവാക്കി നമുക്ക് അരിയില്ല. അരി നമ്മൾ വേറെ സ്ഥലത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. നമുക്കിപ്പോ ഇനിയിപ്പോ എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. ഒക്കെ മാറുകയാണ്, ഒക്കെ മാറ്റപ്പെടുത്തുകയാണ്, ഒക്കെ മാറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാറാനും മാറ്റപ്പെടുത്താനൊക്കെ ഈ 10 വർഷമോ ഇല്ലെങ്കിൽ ഇനിയിപ്പോ അടുത്ത ഇലക്ഷനൊക്കെ വരണോ. ഓരോ സ്ഥാനാർത്ഥികളും ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ ആൾക്കാർ പറയുന്നതാണ് ഞങ്ങൾ അത് മാറ്റും, ഇത് മാറ്റും. ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മളെ പഞ്ചായത്തിലാണ്, കാരാർശി പഞ്ചായത്തിലാണ്. കാരാർശി പഞ്ചായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാണ്ട്. അപ്പോ ഇതൊന്നും മാറ്റപ്പെടുത്താതെ ഇവര് മാറ്റപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് എന്താണ് മാറ്റപ്പെടുത്താനുള്ളത്? അതപ്പോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. എല്ലാവർക്കും മാറ്റപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സർക്കാരിന്റെ ആൾക്കാരാണോ അതോ ജനങ്ങളാണോ മാറ്റപ്പെടുത്താൻ സമ്മതിക്കാത്തതെന്നൊരു സംശയം. എന്ന് തീരും ഈ ദുരിതം? നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, വാൾ പയറ്റി പോരാണ്. ഇവര് LDF കുറ്റം പറയും, LDF BJP പറയും, BJP കോൺഗ്രസിനെ പറയും. പരസ്പരം എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാണ്. എന്നാൽ ഇതൊന്നും ശരിയാക്കി തരിക എല്ലാം.
ശരിയാക്കി തരാനാണ് ഇവരിയ്ക്കുന്നത്. അല്ല, അവര് കാര്യങ്ങൾ ശരിയാക്കാനാണ് അവര് ഇത്രയും കാലം ഈ രാഷ്ട്രീയത്തിലാണെങ്കിലും എന്തിനാണെങ്കിലും അവര് ഇരിക്കുന്നത്. ഇനിയിപ്പോ എന്ന് ശരിയാകും? ശരിയാവാൻ പോണില്ല, ഒരിക്കലും ശരിയാവാൻ പോണില്ല. ഇനി ഇത് കൂടുതല് ഇപ്പോ കേരളത്തിന് കൂടുതൽ വേണ്ടത് പൈസ ഉണ്ടെന്ന് പറയുന്നത്. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് കൂടുതൽ വേണ്ടത് പണമാണ്. പണം കേരളത്തിന് ഇല്ല. എങ്ങനെ പണം ഉണ്ടാവുക? ഇത്രയും ഖജനാവില് പൈസ ഉണ്ടായിട്ടും പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ പൈസയൊക്കെ എവിടെ പോണത്? ആരാണ് കൊണ്ടുപോണത്? എന്നിട്ട് പിന്നെ അവര് ഓരോ കാര്യങ്ങള് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞിട്ട് അവര് വന്നോണ്ടേ ഇരിക്കുകയാണ്. ഇനി കേരളം മാറുകയാണെന്ന് പറഞ്ഞാല് ശരിക്കും ഇനി BJP വരണം ശരിക്കും. കാരണം ഇപ്പൊ LDF ഇപ്പൊ 10 വർഷം ഭരിച്ചു. അപ്പൊ ഏകദേശം നമ്മൾ മാറ്റങ്ങൾ കണ്ടു. ഏതൊക്കെ മാറ്റങ്ങളെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇനി അതിനുശേഷം നമ്മൾ അതിനു മുന്നേ കോൺഗ്രസിന് നമ്മൾ കൊടുത്തു. ഇനി വരാൻ ഇരിക്കേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ BJP ആണ്. നമ്മളിപ്പോ BJPക്ക് ഇന്നവരെ അവസരം കൊടുത്തിട്ടില്ല. കാരണം നമ്മള് അവസരം കൊടുക്കാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. കാരണം അവര് പിന്നെ ഗുജറാത്തിലും അതേപോലെ UPയിലൊക്കെ അവര് വികസനങ്ങളാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു. ഇതാണ് BJP ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ പിന്നെ കുറവുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വീഡിയോകൾ കണ്ടു. അത് UPയിലാണ്, അത് കേരളത്തിലല്ലല്ലോ. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം ഇവർക്കൊരു അവസരം കൊടുക്കാം BJP. കാരണം ഇവരെന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എല്ലാരും അതന്നെയാണ് പറഞ്ഞത്. കാരണം കോൺഗ്രസ്സുകാര് തമ്മിൽ അടിയാണ്. കാരണം എന്തെങ്കിലും ഒരു പിന്നെ ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസംഗത്തിനോ ഒക്കെ തമ്മിൽ അടിയാണ്. ഞാൻ ആദ്യം പറയാം. ഇപ്പൊ നമ്മൾ 2 ദിവസം മുന്നേ കണ്ട ഒരു ഭിന്നശേഷിക്കാരൻ വന്നിട്ട് കൈവീശി കാണിക്കുക, സെൽഫി എടുക്കുക, അങ്ങനെ എന്തൊക്കെയാ ചെയ്തപ്പോ ഏതൊരു മുതിർന്ന കോൺഗ്രസ് DCC പ്രസിഡന്റ് വന്നിട്ട് തള്ളി മാറ്റലൊക്കെ നമ്മൾ കണ്ടു. അപ്പോ അവര് തമ്മില് അടിയാകുമ്പോ ഇതൊക്കെ ക്ഷമയോടുകൂടി അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ടീമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന, പ്രത്യേകിച്ച് വാർത്താ ചാനലുകാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ ഇത് ആഘോഷിക്കുകയാണ് എന്നുള്ളത് ഇവർ അറിയുന്നില്ലേ? ന്യായീകരിക്കാം, നമുക്ക് എത്ര വേണേൽ ന്യായീകരിക്കാം. നമ്മളത് ചെയ്തിട്ടില്ല, നമ്മളത് അങ്ങനെ ആ രീതിയിലല്ല നമ്മളത് പറഞ്ഞത്, നമ്മളങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മളെ തെറ്റിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അതിപ്പോ ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ ഏതൊരു കൂട്ടത്തിലുള്ള ആൾക്കാരാണെങ്കിലും അവര് ശരിക്കും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയുള്ളൂ. ഞങ്ങൾ ചെയ്താലും ചെയ്തിട്ടില്ല എന്നേ പറയുള്ളൂ. അപ്പോ BJP ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിന് BJP ജയിക്കണം എന്നൊക്കെ ഇന്ന് കുറെ വോട്ട് ചെയ്യാൻ പോയ കുറെ ആൾക്കാർ ഇങ്ങനെ, അത് ശരിക്കും പറഞ്ഞതല്ല, പറയിപ്പിക്കുകയാണ്. അതിപ്പോ എല്ലാതും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വാർത്താക്കാര് ചാനലിന് വേണ്ടിയിട്ട് ഓരോ ആൾക്കാരേക്ക് പോകുമ്പോ അവരിപ്പോ എന്തായാലും മോശമായിട്ട് പറയില്ല. അത് അവര് വരണം തന്നെ പറയുള്ളൂ. ഒരിക്കലും അവര് വരരുത് എന്ന് പറയാൻ പറ്റുമോ? അപ്പോ ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ PR വർക്ക് തന്നെയാണ്. എല്ലാ രാഷ്ട്രീയത്തിന്റെയും PR വർക്ക് തന്നെയാണ്. അപ്പൊ PR വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോങ്ങാട് മണ്ഡലത്തിൽ കാലാവസ്ഥയില് ഡോക്ടറാണോ ഇനി അഡ്വക്കേറ്റ് ആണോ എന്നറിയില്ല, ശാന്തകുമാരി MLA ആണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. അപ്പൊ അവര് നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ ഏത് വിളിപ്പുറത്തും ഞങ്ങൾ വരും എന്നൊക്കെയാണ് അവര് കഴിഞ്ഞ 2 ദിവസം മുന്നേ നമ്മുടെ പഞ്ചായത്തുകളിൽ വന്നിട്ട് പിന്നെ എന്താ പറയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും തീരുന്നു. ഇപ്പൊ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇപ്പൊ കേരളത്തിലെ ഒട്ടുമിക്ക വീട്ടിലും ഒരു 2-3 വാഹനങ്ങൾ ഉണ്ടാവും. ഇപ്പൊ റോഡിന്റെ അവസ്ഥയാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. കാരണം ഇതിപ്പോ ഏകദേശം ഇവിടുന്ന് ഇങ്ങോട്ട് ഏകദേശം മറ്റേ മോശമായിരുന്നു. ഇതിനേക്കാളും മോശമായിരുന്നു എന്നാൽ ഇത് ഒന്നും കൂടി മോശമായി. ഇവിടെ ടാറിങ് ചെയ്തിട്ടില്ല. അപ്പൊ കുറച്ച് അങ്ങോട്ട് പോയാല് ഏകദേശം അതായത് എത്ര ഫണ്ട് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഒരു വെളിപ്പെടുത്തലില്ല. അപ്പോ ചിലപ്പോ 5 ലക്ഷം ആവും, ചിലപ്പോ 10 ലക്ഷം ആവും, ചിലപ്പോ 20 ആവും. ഇവിടുന്ന് അങ്ങോട്ട് ടാറിങ് ആണ്. അത് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് കണ്ടല്ല, ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോ ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ കണ്ണില്
കണ്ണിൽ പൊടിയിടുക, അത് തന്നെയാണ് ഏതൊരു വോട്ടർമാരുടെയും കണ്ണിൽ പൊടിയിടുക. എന്നിട്ട് ബാക്കി പൈസ ഉള്ളത് ആരോ മുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോ മെമ്പർ മുക്കിയെന്നോ MLA മുക്കിയെന്നോ അല്ലെങ്കിൽ അവര് മുക്കിയെന്നൊന്നും അത് എല്ലാവർക്കും അറിയാം, പക്ഷെ അവര് പറയില്ല എന്ന് മാത്രം. അപ്പൊ പ്രധാനമായിട്ടും ഏതൊരു പാർട്ടി ഇനി എന്താ പറയാ പരമാവധി അവനവന്റെ കീശയിലേക്ക് മാത്രമേ നോക്കുള്ളൂ. അല്ലാതെ പിന്നെ ജനങ്ങൾക്ക് അത് കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഒരിക്കലും അവർ പറയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ രാഷ്ട്രീയ പാർട്ടി ഇല്ല. ഇപ്പൊ നമ്മളൊക്കെ പുറത്തുള്ള വിദേശത്തുള്ള രാജ്യങ്ങളിലും അതേപോലെ നമ്മുടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനമായ തമിഴ്നാട്, കർണാടക, ഇവിടെയൊക്കെ ജനങ്ങൾ മുന്നേറ്റം കൊടുത്തിട്ടാണ്, ജനങ്ങൾക്ക് നേട്ടങ്ങൾ കൊടുത്തിട്ടാണ് അവിടുത്തെ സർക്കാർ ഓരോ രീതിയിൽ ആൾക്കാരെ എന്താ പറയാ പാർട്ടി ആയാലും എന്തായാലും ഇത് അവനവന്റെ കീശയിലേക്ക് മാന്തി നിറയ്ക്കുക എന്നുള്ളൊരു ഒറ്റ രീതിയാണ്. ഇപ്പോ ഞാൻ ഇതിന് മുന്നേ ഈ റോഡിന്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും കാണാനേ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക്, അത് സ്ത്രീയായാലും പുരുഷനായാലും താല്പര്യമില്ല. അവർക്ക് എന്താ വേണ്ടെന്ന് അറിയോ? രാവിലെ എണീക്കുമ്പോ തന്നെ ആരെങ്കിലും പീഡിപ്പിച്ച കഥകളും അല്ലെങ്കിൽ വെട്ടിക്കൊന്ന കഥകളും അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിന് അടിമയായ അങ്ങനത്തെ വാർത്തകളാണ് അവർക്ക് കേൾക്കാൻ ഏറെ ഇഷ്ടം. അല്ലെങ്കിൽ അയൽവാസികളായിട്ടുള്ള ആൾക്കാർ തമ്മിൽ അടിപിടി, അതൊക്കെയാണ്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോ കാണാൻ നല്ല ചേല് എന്നൊരു ചൊല്ലുണ്ട്. അതാണ് നമ്മളെ മലയാളി സമൂഹത്തിന് ഇപ്പോ ഏറെ ആവശ്യമുള്ളൊരു കാര്യം കൂടി. അല്ലാതെ ഒരിക്കലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഒന്നായിട്ട് നിൽക്കണം, ഒറ്റക്കെട്ടാണ് എന്നുള്ളതല്ല. ഇവിടെയൊക്കെ എന്താ അറിയോ, ഇതൊക്കെ ഉള്ളത് തുറന്നു പറയാന്നല്ല കേട്ടോ. ഇതൊക്കെ അവനവന്റെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് എല്ലാരിലും പറയണില്ല. നല്ല മനുഷ്യന്മാര് നമ്മുടെ കേരളത്തിലുണ്ട്. അവരെയും കൂടി ശരിക്കും പറയുകയാണെങ്കിൽ ഒറ്റപ്പെടുത്തുകയാണ്. അത് ഒരു സമൂഹം, ഒരു ഗ്രൂപ്പാണ് അത് ശരിക്കും. അപ്പോ അവര് സഹായിക്കണമെന്നോ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ചില ആൾക്കാർ വന്നിട്ട് അവരോട് പറയാണ് അവൻ ശരിയല്ല, അവന്റെ പോക്ക് അത്ര ശരിയല്ല. എന്നാ ഈ പറയുന്ന ആൾക്കാരെ പോക്കോ അതിനേക്കാളും വലിയ പോക്കാവും. കാരണം രാവിലെ വെള്ളിയിട്ട് വരും, വൈകുന്നേരം ഇവര് എന്താ പറയാ കുമ്പിടിയാവും. കുമ്പിടിയുടെ പ്രത്യേകത എന്താ അറിയില്ലേ? രാവിലെ ചുട്ട കോഴിയെ പറപ്പിക്കുക, രാത്രി അതിനെ പിടിച്ച് തിന്നുക. അതാണ് ഇവിടുത്തെ സംസ്കാരം. അപ്പോ ഈ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ BJP തന്നെ വന്നാല് ഏകദേശമൊക്കെ ഒരു എന്താ പറയാ മാറ്റം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാറാനൊരുങ്ങി കേരളം. ഇപ്പൊ ഗുരുവായൂരില് ഒരു ഫ്ലക്സ് ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം അവിടെ 1971 തൊട്ടിട്ട് 2026 വരെയുള്ള MLA-മാരുടെ പേര് വെച്ചിട്ട്, അത് പേര് എന്ന് പറഞ്ഞാല് പച്ച നിറത്തിലാണ് അത് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോ ഇതില് ആരെയാണ് പറയുക, ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്നൊക്കെയാണ് ഞാനിങ്ങനെ ചിന്തിക്കണത്. ആര് എന്ത് ചിന്തിച്ചിട്ടും ചിന്തിക്കാതിരുന്നത് കാര്യമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ നാട്. നല്ല എന്താ പറയാ, നമ്മുടെ നാടിനെ പറ്റി പറയുകയാണെങ്കിൽ കാണാനൊക്കെ നല്ല അടിപൊളി നാട് തന്നെയാണ്. ഇവിടെയും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ലവരായ മനുഷ്യന്മാരുണ്ട്. പോരാ. അപ്പൊ ഈ നല്ലവരായ മനുഷ്യന്മാര് ഒക്കെ എന്താ പറയാ കേടുവരുത്താനായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ അതിപ്പോ എങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിക്കാന്നറിയില്ല കേട്ടോ. അപ്പോ എല്ലാ നാട്ടിലുള്ളത് പോലെ തന്നെ ഓരോ നാട്ടിലും ഉണ്ടാവും. അപ്പൊ ഈ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയിപ്പോ നാടിനെ കുറിച്ച് പറയുന്നില്ല. ഇനി നമുക്ക് നാളെ അല്ലെങ്കിൽ നഗരത്തെ കുറിച്ച് പറയാം. അതാണ് ഏറ്റവും നല്ലത്. കാരണം ഒക്കെ ഫ്ലെക്സിൽ കാണുന്ന ഒക്കെ ചിരിച്ചോണ്ടുള്ള മുഖങ്ങളാണ്. ഇനിയിപ്പോ അവര് ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ അവരോടൊക്കെ അവര് നമ്മളെ നിങ്ങളാണ് ഞങ്ങളെ തോൽപ്പിച്ചെന്നുള്ളൊരു ദേഷ്യം ഉണ്ടാവും, ഒരു മനസ്സിലൊരു കറുണ്ടാവും. എല്ലാരും എപ്പോഴും ജയിക്കുമോ? ഇല്ല. ശരിക്കും തോൽവിന്ന് മാത്രമേ ജയം. എന്തോ
അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ കോങ്ങാട് മണ്ണാർക്കാട് റോഡിലെത്തി. ഇനി പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഈ ലോകം വിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ആളുകളും അനിയന്മാരും ചേട്ടന്മാരും അതേപോലെ എന്താ പറയാ നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്നവരും നമ്മൾ സ്നേഹിച്ചിരുന്നവരും ഇപ്പൊ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ സ്നേഹിച്ചിരുന്നവരും നമ്മൾ ബഹുമാനിച്ചവരൊക്കെ ഇതിന് മുന്നേ പാട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ അവര് നമ്മുടെ വിട്ടു പോയി എന്നുള്ള വാർത്തകൾ കേൾക്കുകയാണ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ചില സമയത്തൊക്കെ എന്താണ് ഞാൻ എന്താ പോവാത്തത്, ഇത് പൊട്ടത്തരം പറയല്ല, ചിലപ്പോൾ അതിനൊക്കെ ഒരു സമയവും കാലം ഉണ്ടാവൂലേ. പക്ഷേ എന്താണ് ഇപ്പൊ നമ്മളെ കൊണ്ട് ഇപ്പൊ എന്താണ് ഇപ്പൊ ഇവിടെ ഒരു അസ്വസ്ഥത പോലെ, അത് എന്താണെന്ന് അറിയില്ല. അപ്പോ ആർക്കും വേണ്ടാത്ത, അതായത് കാലനും കൂടിയും വേണ്ടാന്ന് തോന്നുകയാണ് നമ്മളെ. അല്ല, എത്രയൊക്കെ നമ്മൾ വേറെന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യാൻ കരുതിയിട്ടുണ്ടാവോ? അല്ല, അറിയാണ്ട് ചോദിക്കാണ്. ആകെ ഒരു മടുപ്പ് തോന്നുക ഈ ഭരണം കൊണ്ടല്ല കേട്ടോ. ഇപ്പൊ ഇന്നലെ യൂട്യൂബിൽ ഒരു കമന്റ് വന്നു, പിന്നെ LDF-നെ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഭരണം കൊണ്ട് വെറുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും ആരും അവർക്കിപ്പോ കാണാനുള്ള സമയമില്ലാണ്ടല്ല, അത് തീ പിടിച്ച വാർത്തയല്ല, ഞെട്ടിക്കുന്ന വാർത്തയല്ല. അപ്പോ വാർത്താക്കാര് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കേരളം കണ്ട ഞെട്ടിക്കുന്ന വാർത്തകള്. എന്താണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത അറിയാണ്ട് ചോദിക്കാണ്. ഈ ഞെട്ടിക്കുന്ന വാർത്തയായിട്ട് നമ്മുടെ കേരളത്തിലൊന്നുമില്ല, വെറുതെ പറയാണ് ഞെട്ടിക്കുന്ന വാർത്ത. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞു. അപ്പൊ ഇനി കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിയിട്ടില്ലേ? ഒരു തരം എന്താ പറയാ മരവിപ്പാണ്. അപ്പോ എന്റെ അടുത്ത് ഒരു പ്രേക്ഷകൻ ചോദിക്കണ്ടായി, എന്താണ് വെറുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോ ഞാൻ കമന്റ് വഴി തന്നെ കൊടുത്തു. ഇങ്ങനെ മൊത്തത്തില് നമ്മുടെ മലയാളികൾക്ക് ജോലിയുടെ പ്രശ്നം പെടില്ല. ജോലി എന്ന് പറഞ്ഞത് ഇല്ല. 2 ദിവസം പണി ഉണ്ടെങ്കിൽ 5 ദിവസം പണി ഉണ്ടാവില്ല. പിന്നെ കൂടുതലും ഈ പണിയില്ലാത്ത സമയങ്ങളിലൊക്കെ കൂടുതൽ നമ്മുടെ മലയാളികള് മൊത്തത്തില് ഒക്കെ എന്താ പറയാ മദ്യത്തിനും ലഹരിക്കും അടിമയാണ്. എല്ലാരും നല്ലവരാണ് എന്നല്ലോ, അല്ല എല്ലാവരും മോശമാണ് എന്നല്ല പറഞ്ഞത്. പക്ഷെ ഭൂരിപക്ഷം ചെറുപ്പക്കാര് ഒക്കെ ഇന്നിപ്പോ 1-ാം തീയതിയാണ്, ഇന്നലെ 31-ാം തീയതി, അപ്പോ ഇന്ന് 2-ാം തീയതി. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കണം, ഇന്നലെ ബീവറേജിൽ നിന്ന് ഔട്ട്ലെറ്റിൽ നിന്ന് എത്രങ്ങാനും സാധനമാണ് വാങ്ങിക്കൊണ്ടേന്ന് അറിയോ? ഒരാള് 3 ലിറ്റർ വെച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര കച്ചവടം നടന്നു. അവിടെ അതിന് പകരമായിട്ട് ഇവർക്ക് സമാധാനപരമായിട്ട് ഒരു ജോലി വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ ആ മലയാളികൾ എത്രയൊന്നും കുടിക്കില്ല ഒരിക്കലും. പിന്നെ നമ്മുടെ കേരളത്തില് ശരിക്കും ജോലി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഉണ്ടോ? ഇല്ല, ഒരു എന്റർടൈൻമെന്റും ഇല്ല. എന്റർടൈൻമെന്റ് ഉള്ളത് എന്ന് പറഞ്ഞത് ശരിക്കും ഈ മൊബൈല്, വാട്സപ്പ് ആയാലും എന്താ പറയാ ഇൻസ്റ്റാഗ്രാം ആയാലും ഇനി വേറെ എന്തെങ്കിലും കുണ്ടാമുണ്ടി ആയാലും ഒക്കെ അതൊക്കെ ഒരു സമാധാനം കെടുത്തുന്ന ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ കൂടുതലും ആളുകള് ആത്മഹത്യ ചെയ്യണത്. പുരുഷന്മാരാണ് കൂടുതല്. അത് പുരുഷന്മാര് എന്ന് പറയുമ്പോ ഒക്കെ ഇന്നലെ നമ്മൾ കേട്ടു, രഞ്ജി പണിക്കര് ഏതോ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് മുന്നേ നമ്മൾ കേട്ടു, എന്നല്ല, ഒക്കെ ഈ എന്താ പറയാ ഒക്കെ ഈ മോശമായിട്ടുള്ള വാർത്തകൾ കേൾക്കുമ്പോ ഏതൊരാളുടെയും സമനില തെറ്റും. ഇവിടെ എന്താ പറയാ സമാധാനമല്ല. ഈ ശരിക്കും പറയുകയാണെങ്കിൽ അതിന് നമ്മുടെ ഈ സർക്കാരിനെ തന്നെയാണ് നമ്മൾ അവസാനം നമ്മൾ കുറ്റം പറയാം, അല്ലാതെ വേറെ ആരെയും നമ്മൾ പറയാൻ പറ്റില്ല. പിന്നെ റോഡില് അപകടങ്ങൾ ഓരോ ദിവസം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ മിനിറ്റുകൾ കൂടുമ്പോ അപകടങ്ങൾ ഇങ്ങനെ കൂടുകയാണ്. അത് ചോദ്യം ചെയ്യല്ല, അതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണം കൊടുക്കാൻ ഇവിടുത്തെ ഒരു മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാവുന്നില്ല. ഒക്കെ എന്താ അറിയോ, അവനവൻ പറഞ്ഞതാണ് ശരി എന്നുള്ള രീതിയിലാണ്. അപ്പോ ഇതിനൊക്കെ ഒരു തടയണ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. എവിടെ ആയിരുന്നാലും നമുക്കിപ്പോ കൂടുതൽ ആഗ്രഹിക്കുന്ന സമാധാനത്തോടു കൂടി ഉറങ്ങണം, കഴിക്കണം,
നടക്കണം. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. നമ്മൾ നല്ല ഏതൊരാളും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. പക്ഷെ ഈ അത്രയും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജനിച്ചു വീഴുന്നത്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സമാധാനം ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയല്ല. ഇനിയിപ്പോ എന്തായാലും അങ്ങനത്തെ ഒരു കാര്യത്തിലേക്കോ ഭാവിയിലേക്കോ ആയിരിക്കും നമ്മളുടെ ഒരു ഇടപെടല്. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം നഗരത്തിലെത്തി. ഇവിടെ ഇതേപോലെ തന്നെയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മണ്ണാർക്കാടിനെ മാറ്റാൻ UDF-ഉം LDF-ഉം BJP എല്ലായിടത്തും കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കേരളത്തിലെ മാറ്റാൻ വേണ്ടി നടക്കുകയാണ്. ശരിക്കും പൊട്ടത്തരല്ലേ പറയണത്? എന്താണ് കേരളം മാറ്റാൻ എത്ര മടി ഇവിടെയുള്ള ആൾക്കാർക്ക്? BJP വിചാരിച്ചാൽ നടക്കില്ലേ? കോൺഗ്രസ് വിചാരിച്ചാൽ നടക്കില്ലേ? LDF വിചാരിച്ചാൽ നടക്കില്ലേ? പക്ഷെ എന്തുകൊണ്ട് ഇവര് മാറ്റുന്നില്ല? എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് മാറ്റാൻ ഇത്ര വലിയ സമയം വേണോ? ഒരിക്കലും വേണ്ട. ഇതൊക്കെ ഒരു തരം തട്ടിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിങ്ങനെ കേൾക്കുക എന്നല്ലാതെ, അല്ലെ നമ്മളിങ്ങനെ പറയാന്നല്ലാതെ നമ്മുടെ കേരളത്തിലൊന്നും മാറ്റം വരില്ല. പ്രത്യേകിച്ച് റോഡിലാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് നമ്മൾ സിഗ്നൽ ശരിക്കും ഫോളോ ചെയ്ത് പോവുക, ട്രാഫിക്കിന്റെ റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. സീബ്ര ലൈനിൽ ഞാനിത് ഇങ്ങനെ പഠിപ്പിക്കുകയല്ല കേട്ടോ, ഒരിക്കലും. ഞാനിത് ഏകദേശമൊക്കെ കണ്ടിടത്തോളം വെച്ച് പറയാം. നമ്മൾ റോഡിൽ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് സീബ്ര ലൈനിൽ നടന്നു പോകുന്ന ആൾക്കാർക്കാണ്. പിന്നെ അലക്ഷ്യമായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ ഗൗനിക്കണ്ട എന്നല്ല, പക്ഷെ അവർക്കൊക്കെയാണ് ശരിക്കും ആദ്യം ബോധവൽക്കരണം കൊടുക്കേണ്ടത്. അല്ലാതെ പിന്നെ ഒന്നാമത്തത്, ഇതിനു മുന്നേ എപ്പോഴും പറയാറുള്ളത് അലക്ഷ്യമായിട്ടുള്ള പാർക്കിംഗ് ആണ്. അലക്ഷ്യമായിട്ടുള്ള വാഹനത്തിൽ ഡ്രൈവിങ്. ഈ കാറിൽ പോണവരും ബൈക്കിൽ പോണവരൊക്കെയാണ് അധികം. കാരണം അവര് ചിലപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടാവും പോകുന്നുണ്ടാവുക, ചിലപ്പോൾ ഈ കുട്ടികളെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയിട്ടാവും പോകുന്നുണ്ടാവുക. പക്ഷെ അതൊക്കെ വലിയ തെറ്റാണത്. അതൊക്കെയാണ് ശരിക്കും മോട്ടോർ വാഹന വകുപ്പുകാർ പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടെ വിദേശങ്ങളിൽ പോയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അവര് കേരളത്തിൽ വരുമ്പോൾ അവര് മൊത്തം എന്താ പറയാ, ഈ നിയമം ഇങ്ങനെ മതി, ഞാൻ ഇങ്ങനെ പോവുള്ളൂ, എനിക്ക് ഇങ്ങനെ പോവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാർഷ്യാണ്. ഞാനൊക്കെ നേരെ വേണമെങ്കിലേ സൂര്യന് തെക്ക് വടക്ക് നടക്കണം. ശരിക്കും ഒരു മാറ്റം വരേണ്ടത് അങ്ങനെയാണ്. ഇപ്പോ ഏകദേശം എത്രയോ ബില്യൺ കണക്കിന് ആയിത്രേ സൂര്യന് കിഴക്ക് പടിഞ്ഞാറ് ഇങ്ങനെ ഉദിക്കുക. പിന്നെ അത് മൂപ്പര് ചെയ്യുന്ന പരിപാടി ശരിക്കും മൂപ്പരിക്കൊന്ന് വടക്ക് തെക്കൊന്ന് ഉദിക്കുകയോ അല്ലെങ്കിൽ അസ്തമിക്കുകയോ ചെയ്തു കഴിഞ്ഞാല് ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ഈ മനുഷ്യന്റെ ഈ എന്താ പറയാ, പിന്നെ എനിക്ക് ഇന്റെ കാര്യമാണ് വലുത്, ഓൻ എന്താ ആയിക്കോട്ടെ, ഓൻ എങ്ങനെ നടന്നോട്ടെ, ഓൻ ഏത് രീതിയിലോ ചത്തോട്ടെ, ഓൻ എങ്ങനെ ജീവിച്ചോട്ടെ, അതൊക്കെ ശരിക്കും മാറ്റണമെങ്കിൽ അല്ലെ മാറപ്പെടണമെങ്കിൽ ഈ സൂര്യൻ ഒന്ന് തെക്ക് വടക്ക് ആവണം. അത് മിക്കവാറും ചിലപ്പോ എന്തായാലും ഉണ്ടാവുന്ന സംശയമാണ്.